എൻ്റെ ഫ്രണ്ട് അമേരിക്കയിലെ സൈക്കോളജിസ്റ്റാണ്. എന്നോടൊരു ഉപദേശം നൽകി. വളരെ സീനിയറാണ്. ഏകദേശം 70 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന എല്ലാ ആൾക്കാരെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ എല്ലാ ആൾക്കാരെയും ഹീലാക്കാമെന്ന് വിചാരിക്കരുത്. ഒരു 5% 20% ഒക്കെ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയ സമയത്ത് എല്ലാ ആൾക്കാരെയും സുഖപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ നന്നാക്കാൻ പറ്റും, ഹീലാക്കുമെന്ന് വിചാരിച്ച്. പിന്നെ അദ്ദേഹത്തിന് ഒരു കടുത്ത നിരാശയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കത് എപ്പോഴും മനസ്സിലായിട്ടുണ്ട്. കാര്യം 100 ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിലൊരു 5% ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഹീലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെസ്സേജ് ആ ഒരു 5% ആൾക്കാർക്ക് മാത്രം വേണ്ടിയായിരിക്കും. ഓക്കെ, അത് മതി. ഈ ഒരു മില്യൺസ് ഉള്ള ഈ ഒരു വേൾഡിൽ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും രക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റുക, അത് മതി. അതിൽ ഒരു കാര്യമുണ്ട്, ഇതിൽ പല ഡിസോർഡേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തികളുടെ ക്രൂരതകൾ, അബ്യൂസിൽ പെട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, ഭാര്യ ആവട്ടെ, ഭർത്താവട്ടെ, അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് എംപ്ലോയീസിൽ നിന്ന് കിട്ടുന്ന പീഡനങ്ങളാവട്ടെ, ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന പീഡനങ്ങളാവട്ടെ, ഇതിൽപ്പെട്ട് ഡിപ്രഷനോ ആൻസൈറ്റിയോ ഒക്കെ വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. നമുക്ക് ആ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാർ പലപ്പോഴും നമുക്ക് ശരിയാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് അവർക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് അവരൊരിക്കലും തിരിച്ചറിയത്തില്ല. അവർ പറയുന്നത് ചുറ്റുമുള്ളവരാണ് പ്രശ്നക്കാരെന്നാണ്. സോ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്ന് ഉണ്ടായ തിക്തമായ അനുഭവങ്ങൾ കൊണ്ട് കടുത്ത ഡിപ്രഷനും മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയും. പിന്നെ ഉണ്ടാകുന്ന ഒരു സംശയം, എൻ്റെ ഫ്രണ്ട്സും കുറേ ആൾക്കാരുമൊക്കെ എനിക്കെന്തെങ്കിലും സങ്കടമുണ്ട്, വിഷമമുണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, നീ ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ, നിനക്കെങ്ങനെ ഇത്രയും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ, നിനക്ക് നിൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ കാര്യം? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം ഇത് മാറ്റി വെച്ചാൽ ഞാനൊരു സാധാരണ വ്യക്തിയായിട്ട് മാത്രമാണ് ജനിച്ചത്. സോ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ഞാൻ അതിജീവിച്ചേ പറ്റൂ. പക്ഷേ എൻ്റെ സൈക്കോളജി പഠിച്ചതുകൊണ്ടും തെറാപ്പീസ് പഠിച്ചതുകൊണ്ട്, ഹീലിംഗ് പഠിച്ചതുകൊണ്ട് അവ നേരിടാനുള്ള ക്ലാരിറ്റി, ഇൻസൈറ്റ്, ഇന്നത് കൊണ്ടാണ് എനിക്ക് പ്രോബ്ലം, സോ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഓക്കെ ആവും, അല്ലെങ്കിൽ ഇന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അത് നമുക്ക് ലഭിക്കും. അതാണ് ഇമ്പോർട്ടൻറ്റ്.